പോലും അർഹതയില്ലാത്ത പാപിയമെന്നെ നീ കൈക്കൊള്ളണേ. മാതാവേ, വിശുദ്ധരെ, മാലാഖമാരെ, സോദരരെ, മാധ്യസ്ഥം ഏകിടണേ. മാതാവേ, വിശുദ്ധരെ, മാലാഖമാരെ, സോദരരെ, മാധ്യസ്ഥം ഏകിടണേ. മേലിൽ പാപിയ പാപവിമോചക കനിവേഗണേ. സർവേശ്വരൻ ദൈവമാം കർത്താവ് നമ്മൾ തൻ പാപങ്ങളെല്ലാം പൊറുത്തിടട്ടെ. സ്വർഗ സൗഭാഗ്യം പ്രാപിപ്പാൻ നമ്മൾക്ക് തൻ കൃപയെ കുമാറായിടട്ടെ. ദൈവത്തിനു മഹത്വം.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പ്രഭാവം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. വിശുദ്ധ ജോർജ് കർത്താവിൻ്റെ പീഡാസഹനം അനുകരിക്കുവാൻ മാതൃകയായിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ബലഹീനതയിൽ സഹായകമായി തീരുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വചനം. നന്ദി.
വരുന്നു ദേവാ സർവേശ രാഗസ്വരമാധുരി സപ്തവർണ്ണ ചാരുതയിൽ കീർത്തനമാല്യം അർപ്പിക്കാൻ വരുന്നു ദേവാ സർവേശ. രണ്ടാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യാസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് ആവാസ്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പിതാവിൻ വചനം ആനന്ദമേകും വചനം ആദരവോടെ ശ്രവിക്കാം അഞ്ജലിയോടെ നമിച്ചിടാം. വചനം ആനന്ദമേകും വചനം വചനം ആദരവോടെ ശ്രവിക്കാം അഞ്ജലിയോടെ നമിച്ചിടാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. 72 പേരും സന്തോഷത്തോടെ തിരിച്ചുവന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ആഴത്തിലുള്ള വിശ്വാസ ജീവിതം നയിക്കുകയും
വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് മറ്റുള്ളവർക്ക് വളരെ അധികം പ്രചോദനവും നൽകി സ്വന്തം ജീവൻ പോലും വിശ്വാസത്തിനു വേണ്ടി പരിത്യജിച്ച് സ്വർഗത്തിൽ നമുക്ക് മധ്യസ്ഥം വഹിക്കുന്ന വർഗീസ് പുണ്യവാളൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ എല്ലാ നന്മകളും വിശ്വാസ ജീവിതം ആഴപ്പെടുത്തി ജീവിക്കുവാൻ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് സഹായകമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് അധികമൊന്നും നമുക്ക് കിട്ടുവാനില്ല. ജനിച്ചത് 280 വർഷമാണ്. ഇപ്പോഴത്തെ മോഡേൺ ടർക്കിയിൽ ആണ് മസഡോണിയ എന്ന സ്ഥലത്താണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആ ഭാഗം ടർക്കിയിലാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഗീവർഗീസ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന സമയമാണ്. ക്രിസ്ത്യാനികൾ അധികം ഇല്ലാത്ത സമയമാണ്. ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പീഡകൾ സഹിക്കേണ്ടി വരുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരായ നമുക്കൊക്കെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുകയില്ല. പക്ഷേ 3-ാം നൂറ്റാണ്ടിൻ്റെ 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലൊക്കെ േണ്ട സമയമായിരുന്നു. ക്രിസ്ത്യാനി എന്ന പേര് കേട്ടാൽ തന്നെ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ച ഗീവർഗീസ് അദ്ദേഹവും വിശ്വാസ ജീവിതം മുന്നോട്ട് നയിച്ചു. പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു. ആ പട്ടാളക്കാരൻ്റെ ഉദ്യോഗം തന്നെ, ജോലി തന്നെ പുത്രനായ ഗീവർഗീസും സ്വീകരിച്ചു. അദ്ദേഹം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ റോമൻ പട്ടാളത്തിലെ ഒരു ഉന്നത പദവി വഹിക്കുന്ന ഒരു റോമൻ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം മരിച്ചത് 303-ാമത്തെ വർഷമാണ്. എന്തുകൊണ്ട് മരിച്ചു? വിശ്വാസത്തിനു വേണ്ടി മരിച്ചു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ക്രിസ്തീയ മതം ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞു. അങ്ങനെ കുറേ പേരൊക്കെ ആ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായി. എന്നാൽ അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് പോലും ധൈര്യം നൽകിക്കൊണ്ട് ഗീവർഗീസ് സഹദ അവരെ പ്രോത്സാഹിപ്പിച്ചു ക്രിസ്തു വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുവാനായിട്ട്. അതിനുള്ളൊരു കാരണം ഇന്നത്തെ 2ാമത്തെ വായനയിൽ നാം പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് വായിച്ചു കേട്ടു. ഈ ലോകത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന പീഡകൾ, വരുവാനിരിക്കുന്ന നന്മയെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ, മഹത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡകൾ എത്രയോ നിസ്സാരമാണ്. അതുകൊണ്ട് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ പൗലോസ്ലീഹായെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗത്തെ ലക്ഷ്യമാക്കി, സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡകൾ, സഹനങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമുക്ക് സഹിക്കുന്നതിന് വളരെ എളുപ്പമായി തീരും. പ്രൈസ് ദി ലോർഡ്. 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ വിശുദ്ധൻ മരിച്ചു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ആ കൽപ്പന എഴുതി അത് ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൽപ്പന എടുത്ത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് വലിച്ചു കീറിക്കൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ശക്തമായിട്ട് ഈ വിശുദ്ധൻ പ്രഖ്യാപിച്ചു, ഏറ്റുപറഞ്ഞു, സാക്ഷ്യം നൽകി. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ദേഷ്യം കൊണ്ട് വളരെയധികം ദേഷ്യപ്പെട്ട് ഇദ്ദേഹത്തെ വധിക്കാനായിട്ട് ഉത്തരവിട്ടു.
ഇദ്ദേഹത്തെ ശിരസ് ഛേദിച്ചു വധിക്കപ്പെട്ടു എന്നാണ് നമ്മൾ അറിയാനിടയായിട്ടുള്ളത്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ തിരുവനന്തപുരത്ത് പുതിയ തുറയിലുള്ള വിശ്വാസികൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും? ഞാൻ എൻ്റെ വയസ്സുമായിട്ട് കണക്ക് കൂട്ടിയാണ് അത് പറയുന്നത്. ഇപ്പോൾ 67 വർഷങ്ങളായി. കാരണം 1950 മോൺസിഞ്ഞോർ ലിയോ ഡിസൂസ ആണ് ഈ പുതിയ തുറയിൽ ഗീവർഗീസ് സഹദായുടെ രൂപം അവിടെ പ്രതിഷ്ഠിച്ചത്. അതിനെന്താണ് കാരണം? കാരണം ആ രൂപതയിലുള്ള ആ പ്രദേശത്തുള്ള ജനങ്ങൾ സർപ്പത്തിൻ്റെ ഉപദ്രവം ഏൽക്കാൻ തുടങ്ങി. പലരും സർപ്പദംശനമേറ്റ് മരിച്ചു കാണാം. അങ്ങനെ ആ സർപ്പത്തിൻ്റെ പീഡനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാനായിട്ട് ഗീവർഗീസ് സഹദായുടെ രൂപം അവിടെ പ്രതിഷ്ഠിച്ചു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതകരമായിട്ട് ഈ സർപ്പത്തിൻ്റെ ശല്യം ഇല്ലാതെയായി. അങ്ങനെ ഇല്ലാതായി. എവിടെയെങ്കിലും ഒരു അത്ഭുതം നടക്കുന്നു എന്ന് കേട്ടെന്നാൽ ഇപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ഓടിച്ചെല്ലും. അന്ന് പണ്ട് കാലത്തും അങ്ങനെയായിരുന്നു. എവിടെയെങ്കിലും അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നു എന്നറിയുമ്പോൾ അവിടേക്ക് ജനങ്ങൾ ഓടിക്കൂടുന്നു. അങ്ങനെ മലയാളികൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാ മത ജാതിയിൽപ്പെട്ടവർ അവിടെ ഓടി വന്ന് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഒരുപാട് ദൈവ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ പുതിയ തുറ തിരുവനന്തപുരം രൂപതയിലെ ചെറിയ എടത്തുവ എന്ന് വിളിക്കാനിടയായി. ഇതിൻ്റെ ഇന്ന് സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് അപ്പോസ്തലന്മാർ സുവിശേഷ പ്രസംഗത്തിനായി പ്രചരണത്തിനായി പറഞ്ഞു വിട്ടു. അവർ തിരികെ വന്ന് സാത്താൻ പോലും തങ്ങൾക്ക് അധീനപ്പെട്ട് പോകുന്നതിനെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുകയാണ്. സർപ്പത്തിൻ്റെ മേൽ, തേളിൻ്റെ മേൽ, മാരകമായിട്ടുള്ള വിഷമുള്ള ജന്തുക്കളുടെ മേൽ അധികാരം തന്നു എന്ന് പറയുമ്പോൾ ആ അധികാരം സർപ്പത്തിൻ്റെ മേൽ നടന്നാൽ ഒന്നും വരത്തില്ല, തേള് കടിച്ചാൽ ഒന്നും വരത്തില്ല എന്നതല്ല. അത് ആലങ്കാരികമായിട്ട് യേശു പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്. എന്താണ് ആ സത്യം? പിശാചിൻ്റെയും മറ്റ് മനുഷ്യരുടെ ശത്രുക്കളുടെയും മേലുള്ള പൈശാചിക ശക്തികളുടെ മേലുള്ള ദൈവം തന്നിട്ടുള്ള അധികാരത്തെക്കുറിച്ചാണ്